1 കിലോ അരി 1.25 കിലോ ചിക്കന് വേണ്ടി, അതായത് ഒരു 6 ആൾക്കുള്ള ചിക്കൻ ബിരിയാണി അടിപൊളിയായിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള കേട്ടോ നോക്കണം. പെരുന്നാൾക്കൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ വെക്കുക. അപ്പോൾ കൃത്യമായ അളവും കണക്കൊക്കെ പറഞ്ഞു കേട്ടോ. ഒരു 2 സവാള എടുത്തിട്ട് സൺഫ്ലവർ ഓയിൽ ചൂടായി വരുമ്പോൾ ഇങ്ങോട്ട് പൊരിച്ചിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ മാറ്റി വെക്കുക. അതേ എണ്ണയിൽ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്ത് കോരുക. എല്ലാം അവിടെ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ അടികട്ടിയുള്ള ഒരു പാത്രം, അതായത് നമ്മൾ ഒരു ഉരുളി എടുത്ത് ഏത് പാത്രം വേണമെങ്കിലും എടുക്കട്ടെ. അതിക്ക് ആ സൺഫ്ലവർ ഓയിൽ, ആ സവാളയും അണ്ടിപ്പരിപ്പൊക്കെ പൊരിച്ച സൺഫ്ലവർ ഓയിലിൽ നിന്ന് ഒരു 100 മില്ലി ആയിക്കാണ്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിക്ക് 4-5 പച്ചമുളക് അത് കീറിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിക്ക് 400 ഗ്രാം സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി വേവിക്കുക. ജസ്റ്റ് ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് 250 ഗ്രാം തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഈ തക്കാളി വല്ലാതെ വേവാനും നിൽക്കണ്ട കേട്ടോ. ചിക്കൻ നമ്മൾ ചേർത്ത് വരുമ്പോൾ അത് വെന്തോളും. ചിക്കൻ വേകുമ്പോഴത്തേന് 1 ടേബിൾ സ്പൂൺ നിറയെ ഗരം മസാല പൊടിച്ചത് കേട്ടോ. നമ്മൾ തന്നെ പൊടിച്ചെടുത്താണ്, അത് നല്ല ഫ്ലേവർ ഉണ്ടാവുള്ളൂ കേട്ടോ. കടയിൽ നിന്ന് വാങ്ങണത് കറക്റ്റ് രുചി ഉണ്ടാവില്ല. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇനി എരിവ് കൂടുതൽ വേണമെങ്കിൽ കുരുമുളക് പൊടി ഇനിയും ചേർക്കട്ടെ. എന്നിട്ട് ഇളക്കി വേവിക്കുക. പച്ചമണമൊക്കെ മാറി വന്ന ശേഷം കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം നന്നായി വാർന്നു പോയാൽ 1.25 കിലോ ചിക്കൻ, 1.5 കിലോ ചിക്കൻ ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. അത് ആ മസാലയൊക്കെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേലെ ഒരു 100-150 ഗ്രാം മില്ലി തൈര് ചേർത്ത് കൊടുക്കുക. 1/2 പിടി മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കുക. നമ്മൾ പൊരിച്ച് വെച്ച സവാളയിൽ നിന്ന് പകുതി എടുത്തിട്ട് ഈ മസാലയ്ക്ക് ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ കറിവേപ്പില ഒരു തണ്ട് ഇട്ട് കൊടുക്കട്ടെ, നിർബന്ധമില്ല. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് മിക്സാക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് അവിടെ വേവിക്കുക. ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല മസാല ഉണ്ടാകും. ചിക്കനിൽ ഇഷ്ടം പോലെ വെള്ളം ഇറങ്ങി വരാണ്ട് ഇത് അടച്ച് വെച്ചിട്ട് അവിടെ വേവിക്കുക. ഒരു 1/4 ഭാഗം വെന്താൽ മതി കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള റൈസ് ഉണ്ടാക്കിയെടുക്കാം. റൈസ് നമ്മൾ വറ്റിച്ചെടുക്കുകയാണ്. ഒരു പാത്രം അടുപ്പത്ത് ചൂടായി വരുമ്പോൾ നല്ല നെയ്യ് ഇട്ട് കൊടുത്തിട്ടാണ്. നമ്മൾ നമ്പീശൻ്റെ അടിപൊളി നെയ്യാണ് ഇട്ടിരിക്കുന്നത്. അതിക്ക് ഒരു 5-6 ഏലം, ഒരു 2-3 കഷ്ണം പട്ട, ഒരു 10-12 ഗ്രാമ്പൂ, ഒരു സവാള കട്ട് ചെയ്തത്, ചേർക്കുക. സവാള കരിയരുത് ഇട്ടാൽ റൈസിൻ്റെ കളറ് മാറും. എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറഞ്ഞ അളവിലുണ്ടാക്കുമ്പോൾ 1 പാത്രം അരിക്ക് 1.25 പാത്രം വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. കൂടുതൽ അളവാണെങ്കിൽ 1-1.5 ഒഴിച്ചാൽ മതി. നമ്മൾ 1.5 കപ്പ് വെള്ളവും 1/4 കപ്പ് പാലുമാണ് ചേർത്ത് കൊടുത്തുള്ളത്. പാല് ചേർത്താൽ റൈസ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അതിക്ക് ഒരല്പം ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച വെള്ളം വാരാൻ വെച്ച അരി എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല ഫ്ലെയിമിൽ ഒന്നിങ്ങനെ വേവിച്ചെടുക്കട്ടെ. വെള്ളം ഏകദേശം വറ്റി വരുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് അങ്ങോട്ട് മൂടി വെക്കുക. വെള്ളം മൊത്തം വറ്റി വരുമ്പോഴേക്കും ഇത് പാകത്തിന് വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആ അടുപ്പത്ത് ഒരു തവ കയറ്റി വെച്ചിട്ട് ആദ്യം നമ്മൾ തയ്യാറാക്കി വെച്ച ചിക്കൻ്റെ മസാല ആ തവയിൽ വെക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് ഇട്ട് കൊടുത്തോളി. എന്നിട്ട് ഇതാ നമ്മൾ വേവിച്ചെടുത്ത റൈസ്, അതായത് അതിൻ്റെ മുകളിലത്തെ റൈസ് കുറച്ച് വേവാത്തുണ്ടാവും, നേരെ ഈ മസാലേൻ്റെ നേരെ മേലെ പോട്ടെട്ടാ. ആ വെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ട് വെന്തോളും, ദമ്മിൽ കിടന്നിട്ട്. എന്നിട്ട് ഒരു ലെയർ ഇത് മൊത്തമായിട്ടാണ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേലെ സവാള പൊരിച്ചത്, മല്ലിയില, പുതിനയില, അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം കൂടെ ഒന്നുകൊണ്ട് വാരി വെതറുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബാക്കിയുള്ള ചോറ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ബാക്കിയുള്ള മൊത്തം ചോറ് അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതെല്ലാം കൂടെ ഒന്ന് പരത്തിയതിന് ശേഷം അതേപോലെ സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി വേണമെന്നുണ്ടെങ്കിൽ മല്ലിയിലൊക്കെ വെതറുക. എന്നിട്ട് അടച്ച് വെക്കുക. അതിൻ്റെ മേലെ ഒരു വെയിറ്റ് കയറ്റി വെക്കുക. ലോ ഫ്ലെയിമിലൊരു അരമണിക്കൂർ അവിടെ കിടന്നോട്ടെ. എന്നിട്ട് എടുത്ത് നോക്കിയാൽ ചിക്കനൊക്കെ പാകത്തിന് വന്നിട്ടുണ്ടാവും. ഈ ദമ്മ് പൊട്ടിക്കുമ്പോൾ തന്നെ മണമായി കരട്ടെ, മൊത്തമായിട്ട് പരുക്കുക വേണം. എന്നിട്ട് അത് നല്ലൊരു കുത്തു പിഞ്ഞാണത്തിലാക്കിയിട്ട് ഒരു പാത്രത്തേക്ക് കുത്തിയതിന് ശേഷം നല്ല സലാഡും കൂട്ടിയിട്ട് ഇരുന്ന് കഴിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ഫോളോ ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.